സമയത്തിൻ്റെ പരിമിതി കൊണ്ടും ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ ശ്രദ്ധേയരായതുകൊണ്ടും ഞാൻ സമയം ലാഭിക്കുകയാണ്. വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, കേസരി മുൻകൈയെടുത്ത് വളരെ ശ്രദ്ധേയമായ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം കിട്ടി 75 കൊല്ലത്തിന് ശേഷവും വേണ്ടത്ര ജനങ്ങൾക്കിടയിൽ ചർച്ചാവിഷയമാകാത്ത ഒന്നിനെ ചർച്ചാവിഷയമാക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുകയാണ്. നമ്മുടെ രാഷ്ട്രം ഏകമാണോ, അതോ ബ്രിട്ടീഷുകാരെ കരം പിരിക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്തതാണോ? സ്വാതന്ത്ര്യസമരത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു അത്. ദേശീയ പ്രസ്ഥാനങ്ങളെല്ലാം ചേർന്ന്, അന്നുണ്ടായിരുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഇന്ത്യ ഏകമാണ്, ചിരപുരാതനമാണ്, അതൊരു നിത്യതൂന്നുന്ന രാഷ്ട്രമാക്കി സ്വതന്ത്രമായി നിൽക്കണം എന്ന ചിന്താഗതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെതിരായി ശക്തമായി മതമാണ് രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം, അതുകൊണ്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കണമെന്ന വാദഗതികൾ വന്നു. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, ദൗർഭാഗ്യവശാൽ അടിസ്ഥാനപരമായി ദേശീയവാദികൾ മുന്നോട്ട് വെച്ച ലോകത്തിലെ ചിരപുരാതനമായ രാഷ്ട്രം, സംസ്കാരങ്ങളെല്ലാം ഒന്നൊന്നായി എടുത്താൽ തീർച്ചയായും ഇന്ന് നമ്മുടെ സിവിലൈസേഷൻ, നമ്മുടെ സംസ്കാരമാണ് ഇന്നും നിത്യനൂതനമെന്ന് പറയത്തക്കവണ്ണം ലോകത്ത് പിടിച്ചു നിൽക്കുന്നത്. ഇതൊന്നും ചർച്ചാവിഷയമാക്കാൻ താല്പര്യമില്ലാത്ത ഒരു പ്രദേശമായി കേരളത്തെ 50 കൊല്ലക്കാലം പൊതുപ്രവർത്തനത്തിനുണ്ടായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പോരായ്മയാണ്. ആ പോരായ്മയിൽ പലരും അവരുടെ പഴയകാല ചെയ്തികളിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ബോധപൂർവം അത് കണ്ടില്ലെന്ന് നടിക്കുന്നു, അല്ലെങ്കിൽ ബോധപൂർവം ഇപ്പോഴും അത്തരം പ്രവണത തുടരുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ചുള്ളത്. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ എനിക്ക്, പക്ഷേ എൻ്റെ ഒരു പരിമിതി 22 മണിക്കൂർ നോട്ടീസിലാണ് ഞാനിവിടെ എത്തിയത്. വരാമെന്ന് ഏറ്റ ഗവർണർ സാറ് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല. എന്തായാലും അങ്ങനൊരു സാഹചര്യത്തിൽ എനിക്കുള്ള 50 കൊല്ലത്തെ ബന്ധമുള്ളൊരു മഹാപ്രസ്ഥാനം നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് ഞാനിവിടെ എത്തിയതാണ്. അതുകൊണ്ട് എനിക്കിൻ്റെ പൂർണ്ണതയിൽ ഈ വിഷയത്തോട് നീതി കാണിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇപ്പോഴേറ്റവും കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പം ഇന്നും, ഞാൻ ആരുടെയും ഗവർണറായതുകൊണ്ട് എൻ്റെ പരിമിതി എനിക്കറിയാം, ഇന്നും കേരളത്തിലെ ഒരു പ്രബല ഒരു ന്യൂനപക്ഷ പ്രസ്ഥാനത്തിൻ്റേതാണെങ്കിലും അവർ പറഞ്ഞ് ഞങ്ങൾ മതേതരവാദികൾ എല്ലാവരും തൂളിലേറ്റിക്കൊണ്ട് നടക്കുകയാണ്. അവരവരുടെ ദശാസന്ധികളിലൂടെ, ആ രാഷ്ട്രീയ പ്രസ്ഥാനം ദശാസന്ധികളിലൂടെ എന്നുള്ള പുസ്തകം പുറത്തിറക്കിയിട്ട് 20 കൊല്ലമാകുന്നു. ആ പുസ്തകത്തിലെ 1-ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഡാക്കയിലെ സൂര്യോദയം എന്നാണ്. ഡാക്കയിലെ സൂര്യോദയം എന്ന് പറഞ്ഞാൽ അവർ എഴുതിയിരിക്കുന്നത് 1906 കുറിച്ചാണ്. വിഭജനത്തിന് വിത്തുപാകിയ സർവേന്ത്യ ലീഗിൻ്റെ തുടക്കം കുറിച്ച ആ സംഭവത്തെയാണ് ഡാക്കയിലെ സൂര്യോദയം എന്ന് എഴുതിയിട്ടുള്ളത്. അത് പിന്നെ അങ്ങോട്ട് പോയാൽ ഞാനതിനെ ഒന്നും രാഷ്ട്രീയമായി വിമർശിക്കുന്നില്ല. ഇന്ത്യ വിഭജനത്തെപ്പറ്റി ഇന്ത്യ വിഭജനം, എന്ത് വിഭജനം? ബ്രിട്ടീഷുകാർ കരം പിരിക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്ത് ഒന്നിനെയാണ് രണ്ടായപ്പോൾ വിഭജനമെന്ന് പറയുന്നത്. അത് നാടിനെ വെട്ടിമുറിച്ചു എന്ന് പറയുന്നതാണ്. ഇത് ഇങ്ങനൊരു പുസ്തകം ഇറക്കി 20 കൊല്ലമായി. എൻ്റെ പുതിയ എഡീഷൻ വന്നപ്പോൾ അതിൻ്റെ അകത്ത് എന്താ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ ഒറിജിനലാണുള്ളത്. അപ്പോൾ ഈ വിഭജനത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാഴ്ചപ്പാട് 1906 എവിടെ നിന്നോ അവിടെ നിന്ന് ഒരടി പോലും മുന്നോട്ട് പോകാതെ കാര്യങ്ങളെ കാണുന്നവർ, അവരൊക്കെ ആർക്കും അൺടച്ചബിൾസ് അല്ല, അവരൊക്കെ വാഴ്ത്തപ്പെടുന്നവരാണ്. അവരെ വീഴ്ത്തപ്പെട്ടവരായി കാണുന്നവർ, മതേതരത്വത്തിൻ്റെ പേര് പറയുന്ന ആളുകൾക്ക് ആർക്കും അതിന് മുന്നോട്ട് വന്നതായി എനിക്കറിയില്ല. മറ്റൊരു കൂട്ടർ ആറ്റിലെ 47 ഫെബ്രുവരി 20-നോ 21-നോ ആണ് ഞങ്ങൾ ഇന്ത്യ വിട്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു അന്നത്തെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. അങ്ങനെ പ്രഖ്യാപിച്ച് എങ്ങനെയായിരിക്കണം സ്വാതന്ത്ര്യം കിട്ടുന്ന ഇന്ത്യ? 3 തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ അതിനുവേണ്ടി വന്ന ക്യാബിനറ്റ് മിഷൻ മുമ്പാകെ വന്നു. ഒന്ന്, അന്നത്തെ ഗാന്ധിജിയുടെ പ്രസ്ഥാനം അത് കൊടുത്തു, ഇന്ത്യ വിഭജിക്കാൻ സമ്മതിക്കില്ല. അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു, എന്നെ വെട്ടിമുറിച്ചിട്ടല്ലാതെ എൻ്റെ നാടിനെ വെട്ടിമുറിക്കാൻ സമ്മതിക്കില്ലെന്ന്.
പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുള്ളതാണ്. ഞാനതൊന്നും ഇവിടെ പറഞ്ഞ് വിവാദമാക്കുന്നില്ല. പക്ഷേ ലേഡി മൗണ്ട് ബാറ്റൻ്റെ മകൾ പമീല എഴുതിയ പുസ്തകം, വാജ്പേയിയെ പോലുള്ള ആളുകൾ ആ പുസ്തകം ഇന്ത്യയെ അപമാനിക്കുന്നതായതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അതിൽ ഒരു പരാമർശമുണ്ട്. ഇപ്പോഴത്തെ എഡീഷനിൽ അത് മാറ്റിയവർ. സിംലയിലെ സ്വിമ്മിംഗ് പൂളിൽ വെച്ചുണ്ടായ ഒരു കരാറും പ്രകാരമാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത് എന്ന് പമീല പണ്ട് എഴുതിയത് ഞാൻ ഈ അവസരത്തിൽ ആനുഷാംഗികമായി പറയുകയാണ്, ഞാൻ ഔപചാരികമായി പറയുകയല്ല. അല്ല, നമ്മുടെ നാട് ആ പുസ്തകത്തെ മരവിപ്പിച്ചു. ആ പുസ്തകം പിന്നീട് ഇപ്പോൾ റിവൈസ് ചെയ്ത് മാറ്റിയപ്പോഴായിരിക്കാം ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഈ വിഭജനത്തെ ഈ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് കൊടുത്ത്, അന്നത്തെ ഇൻ്റർനാഷണൽ കോൺഗ്രസ്, ഗാന്ധിജിയുടെ കോൺഗ്രസ് കൊടുത്തത് ഇതേകമാണ്, ചിരപുരാതനമാണ്, ഇതിനെ ഒരിക്കലും വിഭജിക്കാൻ പാടില്ലെന്നായിരുന്നു. മറ്റൊരു കൂട്ടർ കൊടുത്തു മതമാണ് അടിസ്ഥാനം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രാജ്യം വേണം എന്നുള്ള വാദഗതിയുമായി ജിന്നയും കൂട്ടരും കൊടുത്തതും നമുക്കിപ്പോഴും ചരിത്രപരമായി ആ കാര്യങ്ങൾ ലഭിക്കും. മൂന്നാമതൊരു കൂട്ടർ കൊടുത്തത് ഇന്ത്യ 16 പരമാധികാര രാജ്യങ്ങളായി വിഭജിക്കണം. ഐ വുഡ് ലൈക്ക് ടു സേ സോവറിൻ റിപ്പബ്ലിക്. അതിനുവേണ്ടിയുള്ള പുസ്തകങ്ങളും പശ്ചാത്തലങ്ങളും അതിനെ സാധൂകരിക്കത്തക്കവണ്ണം ആ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ടവർ എഴുതിയിരുന്നു. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് എഴുതിയതിൻ്റെ അകത്തിലുള്ള അന്തസ്സത്തെയാണെന്ന് ചിലർ പറയുന്നു. ഞാൻ വിവാദത്തിനില്ല. വിശാല ആന്ധ്ര എഴുതിയതിൻ്റെ അടിസ്ഥാനവും അതാണ്. സോണ ബംഗ്ലായ്ക്ക് കൊടുത്ത വ്യാഖ്യാനവും അതൊക്കെ തന്നെയാണ്. അപ്പോൾ വളരെ ആസൂത്രിതമായി ഏകരാഷ്ട്രമായി നിൽക്കാൻ പാടില്ല, ബ്രിട്ടീഷുകാരെ കൂട്ടിച്ചേർത്ത ഒന്നാണ്, മറ്റെല്ലാത്തിനും സോവറിനിറ്റി കൊടുക്കണം ആവശ്യമെങ്കിൽ അത് സംബന്ധിച്ച് ഉള്ള പബ്ലിക് ഒപ്പീനിയൻ എടുക്കണം, വോട്ട് ചെയ്ത് തീരുമാനിക്കണമെന്ന് പോലും വാദിച്ച ഒരു സംഭവമുണ്ട്. അത് ചരിത്രത്തിലെ എല്ലാ ഡോക്യുമെൻറ്റും പബ്ലിഷ് ചെയ്തപ്പം സൗകര്യപൂർവ്വം അത് മാറ്റിയെങ്കിലും നമ്മുടെ മലയാളിയായ വേണു നക്സലൈറ്റ് ആശയത്തിൻ്റെ ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അത് ആ കൊടുത്ത മെമ്മോറാണ്ടത്തിൻ്റെ കോപ്പി അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇന്നും അതിലുറച്ചു നിൽക്കുന്നോ? ഒരു കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിലൊരു മന്ത്രി, ഇന്നത്തെ ഒരു മന്ത്രി, എൻ്റെ സുഹൃത്താണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ മന്ത്രി പോലും പറഞ്ഞു ഇത് അങ്ങനെ ഏകരാഷ്ട്രമല്ല, ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൂട്ടിച്ചേർത്തതാണ്. ഇതിനെതിരായുള്ള ചർച്ചകൾ ഉയർന്നു വരേണ്ട കാലഘട്ടമായി എനിക്കിന്ന് തോന്നുകയാണ്. നമ്മുടെ വിഷ്ണുപുരാണത്തിൽ പോലും ഉത്തരം യത് സമുദ്രസ്യാൻ തുടങ്ങുന്ന ശ്ലോകത്തിൽ 4 അതിരുകൾ പറഞ്ഞുകൊണ്ട് ഉത്തരം ആ ഹിമവാനും നമ്മുടെ കന്യാകുമാരിയിലെ സമുദ്രവും ഉൾപ്പെടെയുള്ളത് വെച്ച് വെൽ ഡിഫൈൻഡാണ്. പിന്നെ എങ്ങനെ ഇതിനെ ഒരു രാഷ്ട്രമല്ലെന്ന് പറയാൻ സാധിക്കും? ശരിയാണ്, ചരിത്രത്തിൻ്റെ ഇതൊക്കെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ എൻ്റെ ആത്മമിത്രമായ മധുവിനോട് ഞാൻ പറഞ്ഞു, ബ്രിഡ്ജ് എന്നുള്ള വാക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാണ്. ഞാൻ കുറ്റപ്പെടുത്താൻ പറയാം, ഈ ശ്രമം അത്യധികം ആഹ്ലാദകരമായി നമ്മളെല്ലാം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. സൗത്ത് ബ്രിഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. സൗത്ത് ബ്രിഡ്ജ് ചെയ്യണം എന്ന വാദം വരുന്ന അവസരത്തിൽ നമ്മുടെ പാർലമെൻറ്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവരതിനെപ്പറ്റി വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ചിലപ്പതികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വേറൊരു വാദഗതിയിലേക്ക് അതെല്ലാം പോവുകയാണ്. ചിലപ്പതികാരത്തിന് 51 വ്യാഖ്യാനിച്ച് ആ കോപ്പിയുമായിട്ടാണ് അവർ പാർലമെൻറ്റിൽ, ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി അവരൊക്കെ ഉള്ള സമയമായിരിക്കും, അവർ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ച് ഇതൊക്കെ പഠിക്കാൻ നമ്മുടെ പുതിയ തലമുറയിലെ ആൾക്കാർ മുന്നോട്ട് വരണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിനീതമായി നമ്മുടെ മുമ്പിൽ പറയാനുള്ളത്. ഈ രാജ്യം ഏകമായിരുന്നോ? ഞാൻ വിഷ്ണുപുരാണത്തെയും അതുപോലെ തന്നെ മറ്റുള്ള ഒട്ടേറെ 3-4 ഡോക്യുമെൻറ്റ്സ് നമുക്ക് ആധികാരികമായി റിയാൻ സാധിക്കും. ഇനി ഇതൊന്നും വേണ്ട, ഇന്ത്യൻ ദേശീയതയുടെ, ഇന്ത്യയുടെ ഏകതയുടെ ആശ്രയത് ഹിമാചലം ഭാരതം ഒന്നാണെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്പിരിച്വാലിറ്റി മാത്രം നോക്കിയാൽ മതി. സ്പിരിച്വാലിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ സനാതനധർമ്മത്തിൻ്റെ താന്ത്രിക മേഖലയോട് ബന്ധപ്പെട്ട അതിനുവേണ്ടി ക്ഷേത്രങ്ങളിൽ ഉള്ള സമ്പ്രദായത്തെ സംബന്ധിച്ച് നോക്കിയാൽ മതി. രാമേശ്വരത്തെ പൂജാരി എവിടെ നിന്നാണ്? മഹാരാഷ്ട്രയിൽ നിന്നാണ്. ബദ്രീനാഥിലെയും കേദാർനാഥിലെയും പുരോഹിതന്മാർ നമ്മുടെ പയ്യന്നൂരിലെ
നമ്പൂതിരിയും കർണാടകത്തിലെ പൂജാ വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. തിരുവിതാംകൂറിലെ പത്മനാഭസ്വാമി ക്ഷേത്രം നോക്കിയാൽ, ഞാനൊരിക്കൽ ഒരു 25 കൊല്ലം മുമ്പ് ഒരു സിവിൽ കേസ് നടത്തിയിരുന്നു. പുല്ലൂർ യോഗക്ഷേമ സഭ എന്നാണ്, കർണാടകത്തോട് ബന്ധപ്പെട്ട അതുള്ള ആളുകളാണ്. അവരാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അന്നവർക്ക് ഇപ്പോഴും ഉണ്ട്, അവരുടെ ഒരു പ്രീതി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂജാരികളായി ഈ നരത്തിൽ, അന്ന് തിരുവിതാംകൂർ സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിരുന്നു, ഒരു നാട്ടുരാജ്യമായിരുന്നു. കാശി, ഞാൻ കാശിയിലെ വിശ്വനാഥ ക്ഷേത്രമല്ല, കാശിയിൽ ഞാൻ പോയി അന്വേഷിച്ച്, ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല, പെട്ടെന്നായതുകൊണ്ട് അതിൻ്റെ പേര് പറയാൻ സാധിക്കുന്നില്ല. നമ്മുടെ രാമേശ്വരത്തെ മണ്ണ്, അവിടുത്തെ ജലം കാശിയിൽ പൂജ നടത്താൻ അനിവാര്യ ഘടകമായി നിൽക്കുമ്പോൾ, കാശിയിലെ ജലം രാമേശ്വരത്ത് പൂജയ്ക്ക് വേണ്ടുന്നതായി ഇരിക്കുമ്പോൾ, ആചാര അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിൽ നേപ്പാളിൽ നിന്നും പല ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പൂജാരിമാരുണ്ട്, സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരുള്ള ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇത്തരത്തിൽ ഈ പവിത്രത ജസിയ എന്ന മതനികുതി ചുമത്തിയിട്ടാണ് കാശ്മീർ പോകേണ്ടി വന്നപ്പോഴും ഉണ്ടെന്നും ഇല്ലെന്നുള്ള 2 വാദഗതികളുണ്ട്. അത് ഔറംഗസേബ് എടുത്തു കളഞ്ഞ ആളാണെന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നവരുണ്ട്. ഞാൻ അതിൻ്റെ പണ്ഡിതനല്ല. പക്ഷെ ജസിയ മതനികുതി ചുമത്തിയപ്പോഴും തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നും മലബാറിൽ നിന്നുമൊക്കെ ആളുകൾ ആ നികുതി കൊടുത്തും അവിടെ പോകുന്നു. ഒരു രാജ്യത്തിൻ്റെ യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് ചർച്ചാ വിഷയമാക്കാൻ, സക്രിയമായ ചർച്ചകൾ അന്യം നിന്നു പോകുന്ന നാടായി കേരളം മാറുകയാണ്. ഇവിടെ പോസിറ്റിവിസം ഇല്ല, നെഗറ്റീവിസമാണ്. നെഗറ്റീവിസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹം എങ്ങോട്ട് പോകുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പോസിറ്റിവിസത്തിൻ്റെ അടിത്തറയിലും ആത്മീയതയുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ തികഞ്ഞ ആത്മീയവാദിയും, അദ്ദേഹത്തിൻ്റെ 64 കൃതികൾ പരിശോധിച്ചാൽ അതിൽ എവിടെയെങ്കിലും ആരാണോ അടിച്ചമർത്തിയത്, ഒരു സമുദായമാണല്ലോ, ഞാൻ എൻ്റെ പേരൊന്നും പറയുന്നില്ല, ആ അടിച്ചമർത്തപ്പെട്ട സമുദായത്തിനെതിരായിട്ട് എവിടെയെങ്കിലും ഒരു വാക്ക് പറയാൻ സാധിക്കൂ. പക്ഷെ മാറ്റമുണ്ടാക്കും. സാമൂഹ്യമായ മാറ്റത്തിലെ ഏറ്റവും വലിയ ചാലകശക്തിയായി ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ സാധിക്കും. പക്ഷെ അദ്ദേഹം എവിടെയെങ്കിലും അത്തരത്തിലൊരു പരാമർശം നടത്തിയതായി എനിക്ക് എൻ്റെ അറിവിൽപ്പെട്ടത് സാറിനൊക്കെ കൂടുതൽ അറിയാൻ സാധിക്കും. ഇല്ല. 25-ാം തീയതി കഴിഞ്ഞ ഈ മാസം 25-ാം തീയതി എനിക്കൊരു അപൂർവമായ അവസരം ലഭിച്ചു. സുത്തൂർ മഠത്തിൽ മഠാധിപതി, അവരാണല്ലോ അവിടുത്തെ ഏറ്റവും വലിയ സമുദായവും ഏറ്റവും വലിയ ചാലകശക്തിയായി നിൽക്കുന്ന ആൾക്കാർ. അത് എന്നെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇപ്രാവശ്യം രാഷ്ട്രീയക്കാരെ വിളിക്കുന്നില്ല, താങ്കൾ അതിൻ്റെ ഉദ്ഘാടനത്തിൽ വരണം. ഞാൻ നല്ല ബന്ധമുള്ള സ്വാമിയാണ്, നല്ല സ്വാത്വികനാണ്, അവരുടെ ജഗദ്ഗുരു എന്നറിയപ്പെടുന്ന ആളാണ്. ഞാൻ അവിടെ ചെല്ലാൻ വേണ്ടി പഠിച്ചപ്പോഴാണ് 1000 കൊല്ലത്തെ പഴക്കമുണ്ട്. അവിടെ ബസവേശ്വരനായ ശേഷം 100 കൊല്ലത്തിന് ശേഷമാണ് വന്നത്. അദ്ദേഹം അതിന് സപ്ലിമെൻ്റ് ചെയ്തു, കോൺട്രിബ്യൂട്ട് ചെയ്തു. പക്ഷെ ആ ആശ്രമത്തിൻ്റെ 1000 കൊല്ലം സ്ഥാപിച്ചതിൽ അവർ പറഞ്ഞ 5 കാര്യങ്ങൾ 1948 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. ഈക്വൽ ജസ്റ്റിസ്, ജെൻഡർ ജസ്റ്റിസ്, ഇങ്ങനെയുള്ള ഇക്വാളിറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബസവേശ്വരൻ്റെ തോട്ടിൽ എവിടെയെങ്കിലും അതിന് സാമൂഹ്യമായ ഉച്ചനീചത്വത്തിന് കാരണക്കാരായ ഇന്ന ആൾക്കാരെ വെറുക്കണം, അവർക്കെതിരായിട്ട് വാക്ക് പറഞ്ഞിട്ടില്ല. ദാറ്റ് ഈസ് വൈ ഐ വുഡ് ലൈക്ക് ടു സേ പോസിറ്റിവിസം. തമിഴ്നാട്ടിൽ ഭാരതീയ വിദ്യാഭവൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി ഈ മാസം തന്നെ ഞാൻ പോയിരുന്നു. മധുരയിൽ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ആരെയും തമിഴ്നാട്ടുകാരെ ഒന്നും കുറ്റപ്പെടുത്താനല്ല, ഭരണകൂടത്തെ ഒന്നും കുറ്റപ്പെടുത്താനല്ല. ഇന്നും അവിടെ മതിൽ കെട്ടി ആളുകളെ മാറ്റി നിർത്തുകയാണ് ജാതിയുടെ പേരിൽ. ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കുമായി തുറന്നു കൊടുത്ത 2 ക്ഷേത്രങ്ങൾ ഈ അടുത്ത കാലത്തുണ്ട്. സേതുവേട്ടനൊക്കെ അവിടുത്തെ ക്ഷേത്രപ്രചാരമായിട്ട് ഇരുന്നതാണ്, അന്വേഷിച്ചാൽ കിട്ടും. അവിടെ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ആളുകൾ, ഹിന്ദു സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ആളുകൾ ആരാധനയ്ക്ക് തുറന്നു കൊടുത്തതിൻ്റെ പേരിൽ ആ മെയിൻ ക്ഷേത്രത്തിൽ ആരും പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ മെയിൻ ക്ഷേത്രം ഇപ്പം ആരും ചെല്ലാത്ത അവസ്ഥയിലാണെന്ന് ഞാൻ അവിടെ ചെന്നൈ പോയപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അത് ശരിയാണെന്ന് പറയുന്നു. ചിരട്ടയിൽ
ചായ കൊടുക്കുന്ന ഏർപ്പാട് ഇപ്പോഴും ഉള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലും ഒന്നുമല്ല, അല്ല കർണാടകത്തിലുമല്ല. വൈ? എൻ്റെ വിനീതമായ അഭിപ്രായം, ഏത് സമൂഹത്തിൻ്റെ ഏത് നവോത്ഥാന പ്രക്രിയയിലും നിങ്ങളതിനെ വിപ്ലവമെന്നോ ആത്മീയ പാതയെന്നോ എന്ത് വേണം വിളിച്ചോളൂ, പക്ഷേ സാത്വികമായ ആത്മീയമായ ഒരു പശ്ചാത്തലത്തിൽ വളരുന്ന ഒന്നിന് മാത്രമേ വിജയിപ്പിക്കാൻ സാധിക്കൂ. ബ്രാഹ്മണനെയും മൂർഖമ്പാമ്പനെയും കണ്ടാൽ അടിച്ചു കൊല്ലണമെന്ന് പറഞ്ഞ വിപ്ലവം അതായിരുന്നു എന്ന് പറയുമ്പം ഞാൻ അവിടെ ഉദ്ദേശിച്ചത് ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. മാറ്റമുണ്ടാക്കാൻ അവർ ശ്രമിച്ചത്. പക്ഷേ ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ സമയത്ത് എന്തുകൊണ്ട് മധുരയ്ക്ക് ചുറ്റുമായി ഇത്തരം കാര്യങ്ങൾ, മധുരയുടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതാണ്, മറ്റ് പലയിടത്തും ഉണ്ടാവാം, അവിടെ ബ്രാഹ്മണരല്ലല്ലോ. ആ മൂവ്മെൻറ്റ് വന്നപ്പം കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴേക്കും ബ്രാഹ്മണർ നാനാഭാഗത്തേക്ക് പോയി. തിരുവനന്തപുരത്തേക്ക് വന്നവരുണ്ട്, ബാംഗ്ലൂരിലേക്ക് പോയവരുണ്ട്, അതുപോലെ തന്നെ USA പോയവരുണ്ട്. അവരെല്ലാം പ്രഗത്ഭരായി. ഇപ്പോൾ 1% പോലും അവരില്ലല്ലോ. അവരല്ലല്ലോ ഇപ്പോഴത്തെ ഈ ക്ഷേത്രം പൂട്ടാനിടയാക്കിയ, അവരെ കയറ്റിയാൽ ആരും പോകരുതെന്ന് പറഞ്ഞത് ആരാണ്? ഇതൊക്കെ സാമൂഹ്യ തലത്തിൽ, രാഷ്ട്രീയമല്ല, ഭരണതലത്തിലുമല്ല, സാമൂഹ്യ തലത്തിൽ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ഗുരുദേവനെ ആയാലും അതുപോലെ തന്നെ ഈ സുത്തൂർ മഠത്തിൻ്റെ സ്ഥാപകനെ സംബന്ധിച്ചും പിന്നീട് വന്ന ബസവേശ്വരനെ സംബന്ധിച്ചുമൊക്കെ, ബസവേശ്വരൻ 11-ാം നൂറ്റാണ്ടാണ്. ലോകത്ത് ആരിതൊക്കെ പറഞ്ഞിട്ടുണ്ട്? കർണാടകത്തിൽ 11-ാം നൂറ്റാണ്ടിൽ നടന്ന നവോത്ഥാന പ്രക്രിയ, ആ പ്രക്രിയയുടെ ചാലകശക്തിയായിരുന്ന ബസവണ്ണയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു നാട്ടുരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഈ വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ, വ്യത്യസ്ത ജാതികൾ തമ്മിൽ കല്യാണം വേണം. ഒരു ബ്രാഹ്മണ ചെറുപ്പക്കാരനും പട്ടികജാതിക്കാരിയായ ചെറുപ്പക്കാരിയും വധൂവരന്മാരായി അദ്ദേഹം തിരഞ്ഞെടുത്ത് പരസ്യമായി വിവാഹം നടത്തി 11-ാം നൂറ്റാണ്ടിൽ. അതിൻ്റെ പിറ്റേ ദിവസം രാജാവ് കൽപ്പിച്ചു ആ രണ്ടുപേരുടെയും തലവെട്ടാൻ. അങ്ങനെയാണ് അദ്ദേഹം ആത്മീയതയിലേക്ക് പോകുന്ന നവോത്ഥാനം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഈ നവോത്ഥാനത്തോട് ബന്ധപ്പെട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. സാറൊക്കെ വളരെ ശ്രദ്ധിച്ച് വായിക്കുന്ന ആളാണ്, എനിക്കറിയത് ഇത്തരം ശ്രീനാരായണ സന്ദേശം. ശ്രീനാരായണ ഗുരുദേവൻ്റെ 100-ാം ജന്മദിനത്തിന് ഔപചാരികമായി ഇറക്കിയ സോവനീറുണ്ട്. ആ സോവനീറിലെ 3 ലേഖനങ്ങൾ, ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു മുഖ്യമന്ത്രിയായിരുന്ന ആളിൻ്റെ ലേഖനമാണ്. അത് അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന തൊട്ട് മുമ്പ് എഴുതിയതാണ്. മറ്റൊന്ന് തിരൂരിൽ നിന്നുള്ള ഒരു സൈദ്ധാന്തികൻ, ഒരു പ്രസ്ഥാനത്തിൻ്റെ സൈദ്ധാന്തികൻ എഴുതിയതാണ്. ഇത് 3ഉം വായിച്ചാൽ അതിലവർ പറഞ്ഞിട്ടുള്ളത്, ഗുരുദേവൻ്റെ ആത്മീയതയെ കേരളം നിരാകരിച്ചു, ഗുരുദേവൻ്റെ സാമൂഹ്യ വിപ്ലവത്തെ, നവോത്ഥാനത്തെ, ജാതിക്കെതിരായ സമരത്തെ ജനങ്ങൾ സ്വീകരിച്ചു. ഇങ്ങനെ ഡിവൈഡ് ചെയ്തതാണ്. ഇപ്പം അതിനെ ഓൺ ചെയ്യുമോ? ആത്മീയത ഇല്ല എന്ന് പറഞ്ഞാൽ 64 പുസ്തകങ്ങളും അദ്ദേഹത്തിന് ഏതിലാണ് ആത്മീയത ഇല്ലാത്തത്? അപ്പോൾ ഇത്തരത്തിൽ ആത്മീയ പശ്ചാത്തലത്തെ തള്ളിപ്പറയാതെ ഒരു സാമൂഹ്യ വ്യവസ്ഥ പോകണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതുകൊണ്ട് ദേശീയത, ഇന്ത്യ, ആ ദേശീയതയിൽ നിന്നാണ് ഇന്ത്യ ഉയർത്തെഴുന്നേറ്റത്. അതിന് പിന്നിലെ സുപ്രധാന ശക്തികളായി പ്രവർത്തിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിൽ നമുക്കതിനെ കാണാൻ സാധിക്കും. സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ കാലത്ത് 40 വയസ്സിൽ താഴെയുള്ളപ്പോൾ അദ്ദേഹം സമാധിയായി. അദ്ദേഹം എവിടെയെങ്കിലും രാജനൈതികത പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കില്ല, രാഷ്ട്രീയം പറഞ്ഞതായി കാണാൻ സാധിക്കില്ല. എന്തിനധികം പറയുന്നു, സിസ്റ്റർ നിവേദിത അവർക്ക് വിദ്യ പകർന്നു കൊടുത്തപ്പോൾ, അവർ കുറച്ച് ഗവൺമെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ മറ്റും നടത്തിയപ്പോൾ സ്വാമി പറഞ്ഞു, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൻ്റെ ആളായതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട അടുത്ത ആ വിദ്യ പകർന്നു നൽകേണ്ട ഘട്ടത്തിൽ അദ്ദേഹം ഡിലേ വരുത്തിയെന്ന് എഴുതിയ പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്വാമിജി ഒരിക്കലും ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായി അവരെ കുറ്റം പറഞ്ഞ ഒരു ഘട്ടവും നമുക്ക് കാണാൻ സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കൊരു മുട്ടുസൂചി പോലും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾ അതിന് ശ്രമിക്കേ എന്നാണ് ഇന്ത്യക്കാരോട് പറഞ്ഞത്. പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ
അടിവേരുകൾ എവിടെയെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരങ്ങളിലൊന്ന് സ്വാമി വിവേകാനന്ദൻ എന്നാണ്. മഹാത്മാഗാന്ധിജി പറഞ്ഞു, വിവേകാനന്ദൻ്റെ കൃതികൾ വായിക്കുമ്പോൾ എൻ്റെ ഊർജം 1000 ഇരട്ടി വർദ്ധിക്കുകയാണ്. 14 വയസ്സിനുള്ളിൽ വിവേകാനന്ദ പുസ്തകം മുഴുവൻ വായിച്ചതാണ് ICS പിച്ച് ചീന്തി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ചാടാൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ സ്വാധീനിച്ച ഘടകം. ഇതെല്ലാം ഒരു ബംഗാളി മൂവ്മെൻറ്റിന് വേണ്ടിയായിരുന്നു. ഇതെല്ലാം തിലകൻ മഹാരാഷ്ട്ര മൂവ്മെൻ്റ് ആയിരുന്നു. ഇതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഇപ്പോഴും ഈ അടിസ്ഥാനപരമായ 16 രാജ്യങ്ങളായി വിഭജിക്കണം, അല്ലെ 17 രാജ്യങ്ങളായി വിഭജിക്കണമെന്ന വാദഗതിയെ അടിസ്ഥാന പ്രമാണമായി തള്ളിക്കളയാതെയാണ് കേരളത്തിലുള്ള ചില പ്രസ്ഥാനങ്ങൾ പോകുന്നതെന്നുള്ളത് പറയാതിരിക്കുന്ന ഭാഗമില്ല. സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ബ്രിട്ടീഷ് രേഖകളിലൊന്ന് അവരുടെ രഹസ്യ റിപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും സ്വാമിജി ഒരു രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായം അണിയാനോ അതിനോട്, പക്ഷേ രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള സമരത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആര്യസമാജ സ്ഥാപകൻ ഉൾപ്പെടെ, അരവിന്ദ് ഉൾപ്പെടെ, പോണ്ടിച്ചേരി നമ്മൾ പിന്നെ എടുക്കുന്ന അരവിന്ദ് ഉൾപ്പെടെ ഉള്ള ആളുകളെല്ലാം വന്നിട്ടുള്ളത്. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ഇൻസ്പിറേഷൻ ആരായിരുന്നു? പക്ഷേ ആ സ്വാമിയെപ്പറ്റി ബ്രിട്ടീഷ് ഡോക്യുമെൻറ്റുകളിൽ ഇപ്പോഴാണത് പുറത്തു വരുന്നത്. shrewd പൊളിറ്റീഷ്യൻ വിയറിങ് സഫോൺ റോബ്. കാവി ഇപ്പോഴല്ല, അന്നും കാവി അലർജിയാണ് അവർക്ക്. സ്വാമി വിവേകാനന്ദനെ പോലും അത്തരത്തിൽ ചിത്രീകരിച്ച ചരിത്രമുള്ള ഒരു നമ്മുടെ നാട്ടിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, യഥോ ധർമ്മസ്തോ ജയ. എന്തിനാ സുപ്രീം കോടതി, മതേതര ഇന്ത്യയിലെ സുപ്രീം കോടതി അവൻ്റെ ആപ്തവാക്യമായി സ്വീകരിച്ചത് എന്തുകൊണ്ടായത്? യഥോ ധർമ്മസ്തോ ജയ. അങ്ങനെയാണെങ്കിൽ എത്ര ഡിക്റ്റം നമ്മുടെ ആംഗ്ലോ സാക്സോൺ നിയമത്തിലുണ്ട്. പക്ഷേ വലമ്പത്തിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്. യഥോ ധർമ്മസ്തോ ജയ. വാട്ട് ഈസ് ധർമ്മ? 2006 സുപ്രീം കോടതിൻ്റെ ജഡ്ജ്മെൻറ്റ് പറഞ്ഞു, ദർ ഇസ് നോ ഈക്വലൻ വേർഡ് ഫോർ ധർമ്മ. റൈറ്റസ്നെസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഈക്വലൻ്റ് അല്ല. അപ്പോൾ ആ പദം തന്നെ ഒരു രാഷ്ട്രത്തിൻ്റെ, അതുകൊണ്ടാണ് ഭീഷ്മർ പറഞ്ഞത് ധർമ്മമുണ്ടെങ്കിൽ രാജാവ് വേണ്ട എന്ന് പറഞ്ഞ ഭീഷ്മരുടെ അടിസ്ഥാന തത്വം. ഇവിടെയാണ് പവർ പൊളിറ്റിക്സിനപ്പുറത്ത്, അതിനേക്കാളൊക്കെ അപ്പുറത്ത് മനുഷ്യ മനസ്സുകളെ സ്വാതന്ത്ര്യത്തിൻ്റെ തീച്ചൂളയിലേക്ക് എടുത്തിയാടാൻ പ്രേരിപ്പിച്ചത് ഇത്തരം ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് സൂക്ഷ്മമായി, എനിക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്, ബാർ അസോസിയേഷൻ്റെ പരിപാടിക്ക് കൊല്ലത്ത് 1:30 എത്തേണ്ടതാണുള്ളത്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ബ്രിട്ടൻ ആരെയൊക്കെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടോ, പാതിരിമാർ പോലും, വിദ്യാസമ്പന്നരായ പാതിരിമാർ പോലും ഇവിടെ വന്നു കഴിഞ്ഞ അവസാനം ഇതിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് മാറിയ ഒരു ഡസൻ ആളുടെ പേര് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കും. മാക്സ് മുള്ളറെ നമ്മൾ എന്തിനാ വന്നെന്നറിയാം, മെക്കാളയുടെ പിന്തുടർച്ചക്കാരനായി അസൈൻഡ് വർക്കിൻ്റെ ഭാഗമായി വന്ന ആളാണ്. പക്ഷെ അദ്ദേഹം പോകുമ്പം നമ്മളിപ്പം മാക്സ് മുള്ളറെ ഒരുപാട് ആളുകൾ വിമർശിക്കും, ഞാനും ആ ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷെ മാക്സ് മുള്ളർ പോകേണ്ട അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ, എനിക്ക് ഹിമാലയത്തിൻ്റെ ഉയരം കണ്ടിട്ടില്ല തല ചുറ്റുന്നത്, നമ്മുടെ വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും ആഴം കണ്ടിട്ട് എനിക്ക് തല ചുറ്റുന്നു എന്ന് പറഞ്ഞ മാക്സ് മുള്ളറെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന മണ്ണാണ് ഭാരതം എന്നുള്ളത് കൊണ്ടാണ്. അനി ബെസൻറ്റും സിസ്റ്റർ നിവേദിതയും മാർട്ടോയിനും എല്ലാം എത്ര ആളുകൾ പറഞ്ഞു. ഇത് വല്ലതും പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കരിക്കുലങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഒരു നമ്മളെല്ലാം അമ്പലത്തിൽ പോകുന്നവരാണ്, തന്ത്രശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന വിശ്വാസത്തിലെല്ലാം പ്രണമിക്കുന്നവരാണ്. തന്ത്രശാസ്ത്രത്തിൻ്റെ അതിനെ ശാസ്ത്രമെന്ന പേരിടിയിച്ചതാരാ? നമുക്ക് ആർക്കും ഓർമ്മയില്ല. സർ ജോൺ വുഡ്രൂഫ്. നമ്മുടെ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ 11ഓളം പുസ്തകങ്ങൾ നമുക്ക് ആർക്കും അറിയില്ല, വായിച്ചാൽ വിഷമമുള്ളതാണ്. ഇന്ത്യയിലെ അക്കാലത്ത് സുപ്രീം കോടതി എന്ന് പറയാവുന്ന കൽക്കട്ട ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ്. അത് ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞെന്തെന്നറിയാമോ?
I am a European, I am with a body, I am with a body of a European, but with Indian soul. Indian soul. അദ്ദേഹം തന്ത്രശാസ്ത്രം എഴുതിയ 11 പുസ്തകങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ നമ്മുടെ കേരളത്തിലെ ഉൾപ്പെടെയുള്ള തന്ത്രവിദ്യാപീഠ താന്ത്രികളുടെ ഒരു സമ്മേളനം തൃശ്ശൂരിലുണ്ടായിരുന്നു 2 കൊല്ലം മുമ്പ്. ഞാൻ മറ്റേ സ്റ്റേറ്റിലെ ഗവർണറായിരിക്കുമ്പോഴാണ്. ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തെ പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഞാൻ അവരെ ബഹുമാനിച്ചുകൊണ്ട് പറയുന്നു, ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. സെർപ്പൻ പവറിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈ പാമ്പ് കയറിപ്പോകുന്ന പോലെ നമ്മുടെ എന്താ പറയുക, കുണ്ടലിനി ശക്തി അങ്ങനെയുള്ളതാണ്. കുണ്ടലിനി ശക്തിയുടെ ഫോട്ടോ പലരും, ഞാൻ ആരെയും മോശമാക്കുന്നില്ല, എടുത്തു കൊടുത്ത ഫോട്ടോ എവിടുന്ന സർ ജോൺ വുഡ്രൂഫിൻ്റെ പുസ്തകത്തിൽ നിന്ന്. സർ ജോൺ വുഡ്രൂഫ് ഇവിടെ വന്നു, ഒരു പൂജാരി ഒരിക്കൽ കണ്ടു, ഒരു തന്ത്രവിദ്യാപീഠത്തിൽ തന്ത്രവിദ്യ അറിയാവുന്ന ഒരാളെ കണ്ടപ്പം ജഡ്ജായിരുന്ന അദ്ദേഹം അത് കഴിഞ്ഞപ്പോൾ വിളിപ്പിച്ച് സംസാരിച്ചു. അവിടെ നിന്ന് മാറ്റമുണ്ടായി. അവസാനം അദ്ദേഹത്തിനോട്, നിങ്ങൾ ശരിക്കുള്ള ബെഡിൽ കിടന്നാൽ ഈ സംസ്കൃത പദങ്ങൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ജീവിതം മുഴുവൻ നിലത്ത് കിടന്ന് സംസ്കൃതം പഠിച്ച് 11 പുസ്തകങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. എല്ലാം ശക്തി, ശക്ത. ഹരിയാട്ടന് 1-2 പുസ്തകങ്ങൾ പക്ഷേ അറിയാം. അത് വേറൊരു 2 വ്യൂസ് ഉണ്ട് ഞാനല്ലേ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിതെല്ലാം തലമുറയ്ക്ക് കൊടുക്കേണ്ടതല്ലേ? ഇപ്പോൾ കാശ്മീർ ശൈവവിദ്യ ഉൾപ്പെടെ ഉള്ളത് നമ്മുടെ ഇവിടെ വാഗമണ്ണിൽ, കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ആൾ, അതിനുവേണ്ടി പേര് ഞാൻ പറയുന്നില്ല, സിനിമയോട് ബന്ധപ്പെട്ടാണ് പറയുന്നില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുക. ഇതിനെയൊക്കെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണ്ടേ? കണ്ടെത്തലാണ് വേണ്ടത് ഈ കാലഘട്ടത്തിൽ. ഇതിനെയെല്ലാം ഉൾക്കൊള്ളാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇത് ദേശീയതയുടെ അടിത്തറ ഇതാണ്. ആ ദേശീയതയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. തമിഴകത്തെ സംബന്ധിച്ച് വിവാദത്തിന് ഞാനില്ല. പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട മലയാളി വേരുകളുള്ള ധനകാര്യമന്ത്രി, മലയാളി വേരുകൾ എന്ന് വെച്ചാൽ നമുക്കാർക്കും അറിയില്ല, ഒരു തമിഴ്നാട്ടുകാരിയായിട്ട് അറിയപ്പെടുന്നെങ്കിലും അവരുടെ അമ്മൂമ്മ മങ്കൊമ്പ് പട്ടരുടെ വീട്ടിലായിരുന്നു. ഞാനിങ്ങനെ ഞാൻ പ്രസിഡൻ്റായിരിക്കും വരങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തു. അപ്പോൾ അവിയൽ സാമ്പാറിന് ഭയങ്കര താല്പര്യം അവർക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചപ്പോഴാണ് അവരുടെ അമ്മൂമ്മ അവിടെ കുട്ടനാട്ടിൽ നിന്നുള്ളതാണ്. അവരവതരിപ്പിച്ച ഇതിൽ പറയുന്ന ഇങ്ങനെയാണ്, നമ്മുടെ പാർലമെൻറ്റിൽ അന്ന് ഈ ചർച്ചകൾ വന്ന അവസരത്തിൽ അവർ തമിഴകൻ നോട്ട് ദ്രാവിഡകം, തമിഴകവും ദ്രാവിഡകവും തമ്മിൽ കോറിലേറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് അവരുടെ വാദഗതി. എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. ഇത് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു. എന്തിന് ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ, 4 കൊല്ലം മുമ്പ് 5 കൊല്ലം മുമ്പ് 300 പേരെ ഒരു ശ്രീലങ്കയിലെ ദേവാലയത്തിൽ അത് ഈസ്റ്റർ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പം അവർ ഒരു കാരണവും കൂടാതെ വെടിവെച്ചിട്ടു മുസ്ലിം തീവ്രവാദികൾ. സാധാരണ ക്രിസ്ത്യ സമുദായത്തിന് ചെയ്ത 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം ആചരിക്കേണ്ടതാണ്. എല്ലാവരും മൗനത്തിലായിരുന്നു. കേരളത്തിലെ എല്ലാവരും മൗനത്തിലായിരുന്നു. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി 2ാം തവണ ചുമതലയേറ്റ നരേന്ദ്രമോദിജി ആദ്യത്തെ അദ്ദേഹം ചാർജ് എടുത്ത് 2 ആഴ്ചക്കുള്ളിൽ അവിടെ പോയി അവരെ എല്ലാ കുടുംബങ്ങളെയും കണ്ടു തിരിച്ചു വന്നു എന്നുള്ളത് ഇവിടെ വാർത്തയാവുന്നില്ല, ആർക്കും അറിയില്ല. എല്ലാവർക്കും നീതി കൊടുക്കുന്നു, പക്ഷെ എങ്കിൽ പോലും വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള നിലപാട് വരുന്നത് ദേശീയതയോട് ബന്ധപ്പെട്ടവരെ കേരളത്തിൽ തമസ്കരിക്കുക, അതുകൂടാതെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ്. ഇവിടെ ഞാൻ അധിക സമയം എടുക്കുന്നില്ല. നളന്ദ 17 രാജ്യങ്ങൾ ചേർന്നാണ് നളന്ദ പുനരാവിഷ്കരിക്കാൻ വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശ്രമങ്ങൾക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ എല്ലാം നൽകിയിട്ടുള്ളത്. നളന്ദ ചരിത്രത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു റിവൈവൽ നടന്നപ്പോൾ 17 രാജ്യങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് പരിപാടി നടത്തുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ, കേരളം മാത്രമല്ല ഗോവയുടെ 2ഉം ഞാൻ വായിക്കുന്നതാണ് രാവിലെ, ഒരു വരി പോലും കൊടുത്തില്ല. ഇതൊക്കെയാണ് ദേശീയവാദികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗൗരവപൂർവ്വം പോസിറ്റീവായി ചിന്തിക്കേണ്ടത്. ഗുരുദേവനും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ എല്ലാ നവോത്ഥാന പ്രക്രിയകളും
ആത്മീയതയിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതില്ലാതെ പോയ ഒരു സംസ്ഥാനമായ തമിഴ്നാട്, അതിലെ ആ നവോത്ഥാന പ്രക്രിയയ്ക്ക് ഇറങ്ങിത്തിരിച്ച വിപ്ലവകാരികളെ മുഴുവൻ മാനിച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വൈ തമിഴ്നാട് ഫേസിങ് സച്ച് സിറ്റുവേഷൻ നൗ ഈസ് ആൻ അക്കാഡമിക് ക്വസ്റ്റ്യൻ, നോട്ട് പൊളിറ്റിക്കൽ. പൊളിറ്റിക്കൽ അല്ല, പൊളിറ്റിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടാവും. അക്കാഡമിക് തലത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. തീർച്ചയായും ഒരേ ഭാരതം, അത് ശ്രേഷ്ഠ ഭാരതമെന്ന കാഴ്ചപ്പാട് ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കുക, നമുക്ക് വിദ്യയിലൂടെ മാത്രമേ മോചിക്കാൻ സാധിക്കൂ. നോളജാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും അടിത്തറ. നോളജാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും നോക്കിയാൽ മറ്റ് സംസ്കാരങ്ങളെക്കാൾ അതിനെ മുന്നിൽ കൊണ്ടെത്തിച്ചത് നോളജാണ്. ആ നോളജ് പകർന്നു കൊടുക്കാനുള്ള ശ്രമം ഉണ്ടാകണം. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഭാരതത്തെ ചിത്രീകരിക്കേണ്ടി വന്നപ്പോൾ ചിരപുരാതനവും നിത്യനൂതനവും, മന്ത്രിയായിരുന്ന ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ നിത്യനൂതനം ആ ടെക്നിക്കൽ മേഖലയിൽ വേണ്ടതെല്ലാം ചെയ്ത ഒരു നമ്മുടെ അഭിമാനഭാജനമായൊരു മന്ത്രിയായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. ചിരപുരാതനം, ആ ചിരപുരാതനത്തെ അതേപോലെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ സ്കൂൾ, പബ്ലിക് സ്കൂൾ വന്നത് ഏത് കൊല്ലമാണ്? 1811. അന്ന് 7,32,200 പ്രാഥമിക വിദ്യാലയങ്ങൾ, അത് ഈ ഗുരുകുലങ്ങളായാലും മറ്റുള്ള ഗ്രാമീണ വിദ്യാലയങ്ങളുണ്ടായിരുന്ന നാടാണ് ഭാരതം. ആ ഭാരതത്തെയാണ് മെക്കോളോ പറഞ്ഞത് 7 കാര്യങ്ങളിൽ ഇന്ത്യ 0 ഒന്നെന്ത എഡ്യൂക്കേഷനാണ്. ഞാനത് വിജ്ഞാനമാണ്. അത് പിന്നെ തുടരാൻ വേണ്ടി നിങ്ങളൊന്ന് ആലോചിക്കുക, 1600 മുതൽ 1998 വരെ ഈ വിദ്യാഭ്യാസ നയം വരുന്നത് വരെ, മെക്കാളെ വരുന്നത് വരെ അവർക്ക് ഇന്ത്യയെ മാറ്റാൻ സാധിച്ചില്ല. ബ്രെയിൻ വാഷിംഗ് വാസ് നോട്ട് പോസിബിൾ. ബ്രിട്ടൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഏത് രാജ്യവും അവർ ഇന്ന് കോളനിയാക്കി കഴിഞ്ഞാൽ 1-2 കൊല്ലങ്ങൾക്കുള്ളിൽ അവരുടേതായ പൂർണ്ണമായും അവർക്ക് ജനമനസ്സുകളെ കീഴടക്കിക്കൊണ്ടാണ് പോയതെങ്കിൽ വൈ ഇന്ത്യയിൽ അത് സാധിക്കാതെ പോയി? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഭാരതത്തിലെ ജനങ്ങൾ തമ്മിലുണ്ടാകുന്ന സൗഹൃദവും ഓരോ ഗ്രാമങ്ങളിലെയും ജനങ്ങളുടെ സുദൃഢതയും. അവർ ഒന്നിച്ചു നിൽക്കുകയും, ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അതിന് ഡിസയർ ഫോർ യൂണിറ്റി, ആ ഡിസയർ ഫോർ യൂണിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ പരിപോഷിപ്പിക്കാനുള്ള തീർച്ചയായും ഒരു കൾച്ചറൽ യൂണിറ്റി ഓഫ് ഇന്ത്യ, അത് വൈരുദ്ധ്യമല്ല. വൈവിധ്യമുണ്ട് ഇവിടെ, അത് വൈവിധ്യമാണ്, നോട്ട് വൈരുദ്ധ്യം, കോൺട്രഡിക്ഷൻ അല്ല. അതുകൊണ്ട് ഈ വൈവിധ്യത്തിൽ ഏകതയുടെ ബീജമുണ്ട്. ആ ഏകതയുടെ ബീജത്തെ പരിപോഷിപ്പിക്കാൻ ഉള്ള ശ്രമങ്ങൾ രാജ്യത്തുടനീളം ഉണ്ടാകണം. കേരളത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരു സാമൂഹ്യ സംരചന ഇവിടെ നടത്തിയതിൽ ഒരു പ്രത്യയശാസ്ത്രം, അത് തകർന്നടിഞ്ഞൊരു പ്രത്യയശാസ്ത്രമാണ്. ആ തരത്തിൽ സാമൂഹ്യ സംരചനയോട് വളർന്നവരായതുകൊണ്ടാവാം ഇതിനെല്ലാം നിഷേധാത്മകമായി കാണുന്നത്. ആ നിഷേധാത്മകത ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ സക്രിയമായ ശ്രമമുണ്ടാവണം. കേസരി തീർച്ചയായും എൻ്റെ എഡിറ്ററെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ അടുത്ത കാലത്തായി ഇത്തരം ശ്രമങ്ങളും ഒരുപാട് പഴയ എഡിറ്ററും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പറയാം. അദ്ദേഹം പക്ഷേ സംഘത്തിൻ്റെ പ്രചാരകനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇദ്ദേഹവും അതിൻ്റെ തുടർച്ചയാണ്. നമ്മുടെ നന്ദൻജി തുടങ്ങിയതിൻ്റെ തുടർച്ച കുറേ കൂടി ശക്തമായി അദ്ദേഹം കൊണ്ടുപോകുന്നു. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ നിങ്ങളെല്ലാം അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ പരിമിതി, ഞാൻ ഇത് കേൾക്കേണ്ടതാണ്. ഏറ്റവും ശ്രദ്ധേയരായ ആളുകളാണ് പങ്കെടുക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് അവിടെ 1:30 എത്തേണ്ടത് കൊണ്ട് തന്നെ പോകാൻ അനുവദിക്കണമെന്ന അഭ്യർത്ഥനയോടെ എല്ലാവർക്കും നന്മ നേരുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.